السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. لا تعجبا لحسود راح ينكرها قد تنكر
العين ضوء الشمس من رمدي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أعلم أمة سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, ബഹുമുഖ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഖുർആനിൻ്റെ ഹൃദയഭാഗമായ സൂറത്തു യാസീൻ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീണ്ടുനിൽക്കുന്ന 10 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമായ ഇന്ന് നാം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാം ചിന്തിച്ചിരിക്കേണ്ട, ഓരോരുത്തരും ഈ പറഞ്ഞ അപകടത്തിൽ നിന്ന് മുക്തരാണോ എന്ന് 100 വട്ടം ആലോചിക്കേണ്ട ഒരു മഹത്തായ വിഷയമാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർ. സൂറത്തു യാസീനിലെ ഒരായത്തിൽ വളരെ വ്യക്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഒരാശയമാണ് നാം ഇന്നത്തെ വിഷയത്തിൻ്റെ പേരായി നൽകിയിരിക്കുന്നത്. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഏതാനും ചില ഹതഭാഗ്യരുണ്ട്. കണ്ണില്ലാത്തതുകൊണ്ടല്ല, ചെവിയില്ലാത്തതുകൊണ്ടല്ല, ഹൃദയമില്ലാത്തതുകൊണ്ടല്ല, സത്യം കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഈ ഭൂമി ലോകത്ത് എത്രയോ കൂടുതലാണ് ഇത്തരം ആളുകൾ. അതേസമയം മനുഷ്യർക്ക് വേണ്ടി ഞാൻ സംവിധാനിച്ചിട്ടുള്ള കണ്ണു തുറപ്പിക്കുന്ന മഹാദൃഷ്ടാന്തങ്ങളെ കണ്ണു തുറന്ന് കാണുന്നവർ വളരെ വിരളമായിരിക്കും. ഭൂരിപക്ഷം ജനത എപ്പോഴും സത്യത്തെ കൊഞ്ഞനം കുത്തും. ന്യൂനപക്ഷം മാത്രമേ ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ അംഗീകരിക്കാനും അവനെ ആരാധിക്കാനും അവരെ അനുസരിക്കാനും തയ്യാറാകൂ എന്ന് അള്ളാഹു തീർച്ചപ്പെടുത്തി സംസാരിക്കുകയാണ്. കാരണം ഇവർ ശക്തമായി ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ ചങ്ങലകൾ? വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്ന അഗ്ലാല് എന്ന് പറഞ്ഞ ചങ്ങല ഏതെല്ലാമാണ്? ഈ ചങ്ങലയുടെ തീരാത്ത കണ്ണികൾ. ചില സൂചനകൾ മാത്രമാണ് ഇന്ന് നാം നൽകി. അതുമായി ബന്ധപ്പെട്ട ഏതാനും ആയത്തുകൾ ഓതി നമുക്ക് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇന്നലെ നാം പറഞ്ഞു വെച്ച ആ വിഷയം മുതൽ ഇന്ന് ചർച്ച ആരംഭിക്കുന്നു. ഇന്നലെ പറഞ്ഞു വെച്ചത് വിശുദ്ധ ഖുർആൻ അജയ്യനായ, കരുണക്കടലായ, ദയാപരനായ, റഹ്മാനായ റബ്ബിന്റെ അവതരണമാണ്. തൻസീലൽ അസീസിർ റഹീം. വിശുദ്ധ ഖുർആനിലെ ഏതു ഒരു സൂറ എടുത്താലും
അതിലെ ഓരോ ആയത്തുകളും ഒന്നൊന്നിനോട് കണ്ണികളായി കൊളുത്തിയിട്ടതുപോലെ. നമ്മൾ കാണാറുണ്ട് തീവണ്ടിയുടെ ബോഗികൾ പരസ്പരം ഒന്നൊന്നിനോട് ഇങ്ങനെ ഘടിപ്പിച്ചു പോകുന്നത്. ഇതേ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഇങ്ങ് ആരംഭിച്ചാൽ സൂറത്തുൻ നാസ് വരെയുള്ള എല്ലാ വചനങ്ങളും ഒന്നൊന്നിനോട് അഭേദ്യമായ ബന്ധമുള്ളതാണ്. ചിലപ്പോ നമുക്ക് ഗ്രാഹ്യത കുറഞ്ഞതിന്റെ പേരിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. പ്രത്യേകിച്ച് സൂറത്തുൻ നിസാ പോലെയുള്ള അധ്യായങ്ങളൊക്കെ ഇടയ്ക്കിടെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ചാട്ടം, ഒരു കാൽമാറ്റം നടന്നോ എന്ന് സംശയിച്ചേക്കാം. ഒരു സാഹിത്യകാരന്റെ ഭാഷയിൽ അതിനെ നോക്കിക്കാണുമ്പോൾ ശക്തമായ ബന്ധങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും തമ്മിലുള്ളത്. അപ്പോഴേ അത് അല്ലാഹുവിന്റെ വചനങ്ങൾ ആവാനും പറ്റും. അതുകൊണ്ട് സൂറത്തു യാസീനിൽ എവിടെ നിന്നാണോ നമ്മൾ ആരംഭിക്കുന്നത്, ആ ആരംഭത്തിൽ പറഞ്ഞ ആശയം എന്താണോ അതിന് സമർത്ഥനമെന്ന നിലക്ക് അതിന്റെ ഭാഗമായി കടന്നുവരുന്ന ചില ചർച്ചകൾ എന്ന നിലക്ക് ഒക്കെ ആയിരിക്കും തൊട്ടടുത്ത ആയത്തുകൾ കയറി വരുന്നത്. ഈ അടിസ്ഥാനത്തിൽ ഇന്നലെ ചർച്ച ചെയ്തത് തൻസീലുൽ അസീസിർ റഹീം, അസീസും റഹീമുമായ റബ്ബിന്റെ അവതരണമാണ്. അതിന്റെ ആശയം ഇന്നലെ പറഞ്ഞു. എന്തിനാണ് അസീസ് റഹീം? ഈ രണ്ടു ഗുണങ്ങളും കൂടെ ഒരുമിച്ച് പ്രതിപാദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ഇന്നലെ കേട്ടുകഴിഞ്ഞു. എങ്കിൽ ഇന്ന് പറയാൻ പോകുന്നത് എന്തിനാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്. തൻസീലുൽ അസീസ് റഹീം അള്ളാഹുവിന്റെ അവതരണമാണ്, അള്ളാഹുവാണ് ഇറക്കിയത്. സമ്മതിച്ചു. ഇതെന്തിനാണ് ഇറക്കിയത്? ഈ അവതരണത്തിന്റെ ലക്ഷ്യം എന്താണ്? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയെ നബിയെ നിങ്ങൾ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്നത്. സമഗ്രമായ ഗ്രന്ഥമാണ്, പ്രഫുല്ലമായ ഗ്രന്ഥമാണ്. ഈ സുന്ദരമായ ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്നത് അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി നിങ്ങളെ ഭൂമി ലോകത്തേക്ക് നാം പറഞ്ഞയച്ച് അതിനു പറ്റിയ ഒരു അസാധാരണ ഗ്രന്ഥവും നിങ്ങളുടെ കയ്യിൽ തന്നു. എന്തിന്? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, ഒരു ജനതയെ നിങ്ങൾ താക്കീത് ചെയ്ത് നന്നാക്കാൻ വേണ്ടി. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പൂർവപിതാക്കന്മാർക്ക് പോലും താക്കീത് ലഭിച്ചിട്ടില്ല. അവരുടെ അപ്പൂപ്പന്മാര് പോലും വഴന്നു കേട്ടിട്ടില്ല. മാ ഉൻദിറ ആബാഉഹും, ഇങ്ങനെയുള്ള ഒരു ജനത നൂറ്റാണ്ടുകളായി വഴന്നെന്താണെന്ന് കേട്ടിട്ടില്ല. പ്രസംഗമെന്താണ്, ഉത്ബോധനമെന്താണ്, ക്ലാസ് എന്താണ്, ഉണർത്തുപാട്ടുകൾ എന്താണ്, സാരോപദേശകരെന്താണ്, ഇതൊന്നും അറിയാത്ത ഒരു ജനത. ഫഹും ഗാഫിലൂൻ, അവർ മൂല്യങ്ങളെ തൊട്ട് പൂർണ്ണമായും അശ്രദ്ധരായിരിക്കും. അവർക്ക് മൂല്യങ്ങൾ എന്താണെന്നറിയില്ല, സംസ്കാരം എന്താണെന്നറിയില്ല. അവരവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ നിന്ന് അവർ ശീലിച്ചു പോയ ആ സാഹചര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ സംസ്കാരം. അല്ലാതെ അവർക്ക് മൂല്യങ്ങൾ എന്താണെന്നറിയില്ല. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് ആ ജനത പാടെ വഷളായിട്ടുണ്ടാവും. പൂർണ്ണമായി വഷളായ, ഒരു മെഴുകുതിരി വട്ടം പോലുമില്ലാത്ത ആ കാലഘട്ടത്തിൽ നന്മയുടെ ഒരു മെഴുകുതിരി വട്ടം പോലും അവിടെയില്ല. ആ ജനതയെ ഉത്ബോധിപ്പിക്കാൻ ഇതാ സമഗ്രമായ ഒരു ഗ്രന്ഥം അത്യുത്കൃഷ്ടനായ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച്
ഇതാ വിടുന്നു, നിങ്ങൾ താക്കീത് ചെയ്യൂ നബിയേ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, നബിയെ, ഈ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ തന്നത് കാലങ്ങളായിട്ട് ഇൻദാറ്, താക്കീത് എന്താണെന്ന് കേൾക്കാത്ത ഒരു ജനതയെ നന്നാക്കാനാണ്. 500 കൊല്ലമായിട്ട് വഴന്ന് കേൾക്കാത്ത ഒരു ജനതയുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? 500 കൊല്ലമായിട്ട് തീരെ അവർ വഴന്ന് കേട്ടിട്ടില്ലെങ്കിൽ നോക്ക് നിങ്ങൾ. ആഴ്ചതോറും ഉത്ബോധനങ്ങൾ കേൾക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമ്മൾ, ദിവസം തോറും പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെയൊക്കെ മഹല്ലുകളിൽ പരമ്പര വഴലുകൾ സംഘടിപ്പിക്കൽ സ്വാഭാവികമാണ്. അതൊക്കെ കിട്ടിയിട്ട് എന്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കൊല്ലങ്ങളായിട്ട് വഴലു കേൾക്കാത്ത ഒരു ജനതയുടെ കഥ എന്തായിരിക്കും? അപ്പൊ പിന്നെ ജാഹിലിയ കാലഘട്ടം ചരിത്രകാരന്മാർ വരഞ്ഞു വെക്കുമ്പോ കട്ടൻ ചായ കുടിക്കും പോലെ വ്യഭിചരിക്കുകയായിരുന്നു. അവർക്കതൊരു സിമ്പിൾ ശീലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം തീരെ ഉത്ബോധനം എന്താണ്, ഉണർത്തുപാട്ടുകൾ എന്താണെന്ന് കേൾക്കാത്തവരാണവർ. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ നന്നാക്കണമെങ്കിൽ അതിന് യോഗ്യമായ ഒരു ഗ്രന്ഥം വേണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കുന്നത് ഇതാ പ്രൗഢഗംഭീരമായ ഒരു ഗ്രന്ഥമാണ്. അത് നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു. പ്രബോധകനും അതുപോലെ തന്നെ വളരെ ഗംഭീരമാണ്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അവരുടെ പൂർവ്വപിതാക്കന്മാർ താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും അശ്രദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. ആ ടീമിനെ താക്കീത് ചെയ്യാനാണ് നബിയെ ഈ ഗ്രന്ഥം. അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് താക്കീത് നൽകിയിട്ടില്ല. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്. സൂറത്തുൽ ഖസസ് 46. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ലിതുൻദിറ ഖൗമാ, നബിയെ, നിങ്ങളൊരു ജനതയെ താക്കീത് ചെയ്യാനാണ് ഈ ഗ്രന്ഥം. മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, നിങ്ങളുടെ തൊട്ടുമുമ്പ് അവർക്ക് താക്കീതുകാർ വന്നിട്ടില്ല. നിങ്ങളുടെ തൊട്ടുമുമ്പ് അവർക്ക് താക്കീതുകാർ വന്നിട്ടില്ല. എന്നാൽ ഇവിടെ സ്വാഭാവികമായൊരു സംശയം വരും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിൽ ഇങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ സൂറത്തു സബഇന്റെ 44-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. നബിയെ, നിങ്ങളുടെ മുമ്പ് ഒരു താക്കീതുകാരെയും നാം അവരിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. ഇത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ധാരാളം പ്രബോധകർ വന്നിട്ടില്ലേ? അമ്പിയാക്കൾ ധാരാളം കഴിഞ്ഞുപോയിട്ടില്ലേ? ഇനി നമ്മൾ അറേബ്യൻ രാജ്യത്തേക്ക് തന്നെ എന്ന് വെക്കുക. അവിടെയും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ, ഈസ അലൈഹിമസ്സലാം, ഇവരുടെയൊക്കെ പ്രബോധനങ്ങൾ നേരിട്ടു തന്നെയും അതുപോലെ തന്നെ ആ പ്രബോധനത്തിന്റെ പ്രതിഫലനങ്ങളും അവരുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വിവരം അറിയാത്തവരായിരുന്നില്ലല്ലോ അറേബ്യക്കാർ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, മാ ഉൻദിറ ആബാഉഹും, അവരുടെ പൂർവ പിതാക്കന്മാര് താക്കീത് നൽകപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങളായിട്ട് മൂല്യങ്ങൾ പാടെ തകർന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങൾ. ആ നീണ്ട വർഷങ്ങളായിട്ട് കുറെ സമീപ ഭാവിയിലുള്ള ഒരൊറ്റ വല്ലിപ്പമാരും ഉപ്പാപ്പമാരും ഉത്ബോധനം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾ വഷളായിരിക്കുന്നു. അപ്പൊ സമീപ ഭാവിയിലുള്ള പൂർവികരെ കുറിച്ചാണ്, പൂർവപിതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടും ശരിയാണ്. ഈ ആയത്തിന് തന്നെ മറ്റു ചില നിലക്ക് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയെ നബിയെ തങ്ങൾ താക്കീത് ചെയ്യണം. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പൂർവ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ട ചില സന്ദേശം
ആ സന്ദേശം നിങ്ങളൊരു ജനതയെ അറിയിക്കാൻ വേണ്ടിയാണ്. ഫഹും ഗാഫിലൂൻ. ഈ അർത്ഥത്തിൽ വളരെ മുമ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് പറയുമ്പോ തൊട്ടടുത്തൊന്നും തൊട്ടുമുമ്പിലൊന്നും അവർക്ക് താക്കീത് ലഭിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. അങ്ങനെയാണ്. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് താക്കീത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടം വഷളായി പോയത്, പൂർണ്ണമായി വഷളായി പോയത്. അതുകൊണ്ടാണ് ഫഹും ഗാഫിലൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രാചീന കാലഘട്ടത്തിൽ, വളരെ പഴക്കമുള്ള കാലഘട്ടത്തിൽ അറേബ്യയിലേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ ആ മണ്ണിൽ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. കൊളുത്തിവെച്ച തിരി, ആ പ്രവാചകർ കൊളുത്തിവെച്ച സന്മാർഗ ദീപം, അത് പൊലിഞ്ഞു പോകാൻ തുടങ്ങിയാൽ മൗലികമായ ആശയങ്ങൾ പാടെ മാറ്റിമറിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്താണ് അല്ലാഹു മറ്റൊരു പ്രവാചകനെ പറഞ്ഞേക്കാറുള്ളത്. അങ്ങനെ ആ കാലഘട്ടം സംജാതമായപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയക്കുകയും പിന്നീട് അവരുടെ ആശയാദർശങ്ങള്, ആ ഹബീബ് പഠിപ്പിച്ച അധ്യാപനങ്ങള് ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും മാഞ്ഞു തേഞ്ഞു പോവാതെ, പൊലിഞ്ഞു പോവാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാലങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും അവസാനത്തെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ആ ഗ്രന്ഥം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായമാണ്, ഒരു സൂറയാണ്, അതിന്റെ ഹൃദയഭാഗമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്. ആ ഖുർആനിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇത് പടച്ച റബ്ബ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിവിടെ തകരാൻ പോകുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മുന്നിലൂടെയോ ബാക്കിലൂടെയോ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ മിഥ്യയായ ഒരു സംഗതിയും ഈ ഖുർആനിലേക്ക് കടന്നു വരില്ല. ഇരുട്ടിന്റെ ഉപാസകർക്കൊരിക്കലും അവരുടെ ഏതെങ്കിലും അടവുകൾ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ തകർക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു പറഞ്ഞു വെച്ചത്, നബിയെ, സമഗ്രമായ ഒരു ഗ്രന്ഥം അത്യുത്കൃഷ്ടനായ ഒരു വ്യക്തിയിലൂടെ അവതരിപ്പിച്ചു. നിങ്ങളത് പ്രബോധനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗ്രന്ഥം അതെല്ലാ നിലക്കും സമ്പൂർണമാണ്. പ്രബോധനം ചെയ്യാൻ ഇറങ്ങുന്ന ഞാനും സമ്പൂർണനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിചാരിക്കുമ്പോൾ പ്രബോധന ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട താമസമേ ഉള്ളൂ. എല്ലാവരും എന്റെ പിന്നാലെ വരും. എല്ലാവരും ഞാനങ്ങ് ചെന്ന് വിളിക്കുമ്പോഴേക്ക് എനിക്ക് ലബ്ബൈക പറയുമെന്ന് കരുതിയാൽ ഉടനെ തന്നെ അത് സമ്മതിക്കാനും ഏറ്റു പറയാനും ആളുകൾ ഉണ്ടാകുമെന്ന് കരുതിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ഫീൽഡിൽ തളർച്ച വരുത്തും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അപ്പൂപ്പന്മാർക്ക് പോലും താക്കീതു ലഭിക്കാത്ത ജനതയെ, പാടെ വഷളായി പോയ ഖൗമിനെ നന്നാക്കാൻ മാത്രം സമൃദ്ധമാണ് നിങ്ങളുടെ ഗ്രന്ഥം, സമ്മതിച്ചു. നബിയെ, നിങ്ങളോ ജീവിതത്തിൽ ഒരു വളവോ ചെരിവോ വക്രതയോ വരാതെ വളരെ കൃത്യമായി ജീവിക്കുന്നയാളാണ്. ഏതിനെയും ആരോഗ്യകരമായി സമീപിക്കാൻ കഴിയുന്നയാളാണ്. പക്ഷേ ജനങ്ങളെ നിങ്ങൾ ഇത് വെച്ച് സത്യത്തിലേക്ക് വിളിക്കുമ്പോ എല്ലാവരും ഇങ്ങ് കടന്നുവരും, കൂലം കുത്തി ഒഴുകും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മാനസിക തളർച്ച വന്നു പോകും. വേണ്ട നബിയെ, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ലഖദ് ഹഖൽ ഖൗൽ, ശിക്ഷാവചനം തീർച്ചയായും സ്ഥിരപ്പെട്ടിരിക്കുന്നു.
ശിക്ഷാവചനം തീർച്ചയായും സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തോട് ഏറ്റവും ഒരു വാക്കുണ്ട്, ലഅംലഅന്ന ജഹന്നമ, തീർച്ചയായിട്ടും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഹഖൽ ഖൗലു മിന്നി, ഞാൻ ഏറ്റിരിക്കുന്നു, ഹഖൽ ഖൗലു മിന്നി, ഞാൻ ഏറ്റ കാര്യമാണ്, ലഅംലഅന്ന ജഹന്നം, നരകം ഞാൻ നിറച്ചു കൊടുക്കുക തന്നെ ചെയ്യും, മിൻക വമിമ്മൻ തബിഅൻ, നരകം ഞാൻ നിറക്കുന്നത് എങ്ങനെയാണ്? പിശാചിനോട് അല്ലാഹു പറയുന്നു, നിന്നെ കൊണ്ടും നിന്നെ അനുധാവനം ചെയ്ത ടീമിനെ കൊണ്ടും മനുഷ്യ ഭൂതവർഗത്തിൽ നിന്ന് ആരൊക്കെ നിന്റെ കുതന്ത്രങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ, നിന്റെ നീ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ആശയങ്ങളിലൂടെ നീ നടത്തുന്ന ദുർബോധത്തിനനുസരിച്ച് ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവരെ കൊണ്ട്, നിന്നെ കൊണ്ടും നിന്റെ ടീമിനെ കൊണ്ടും ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് കാണാം. സൂറത്തു സാദ് 85 അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഈ ശിക്ഷാവചനം ലഖദ് ഹഖൽ ഖൗലു, ഈ ശിക്ഷാവചനം സ്ഥിരപ്പെട്ടിരിക്കുന്നു, അലാ അക്സരിഹിം, ഭൂരിപക്ഷം ജനതയുടെ പേരിൽ ഈ ശിക്ഷാവചനം സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഫഹും ലാ യുഅ്മിനൂൻ, അതുകൊണ്ട് അവർ നന്നാവൂല നബിയേ, ഫഹും ലാ യുഅ്മിനൂൻ. പ്രൗഢഗംഭീരമായ ഗ്രന്ഥം, അതേ സമ്പൂർണമായ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ നിങ്ങൾ കടന്നു ചെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് കേൾക്കാനുള്ളത് പുറം, കാണാനുള്ളത് പുറം തിരിഞ്ഞു നിൽപ്പാണ്, കേൾക്കാനുള്ളത് ആട്ടും തുപ്പുമാണ് നബിയെ. വിഷമിക്കരുത്, കാരണം ഭൂരിപക്ഷം ജനത അവരൊരിക്കലും സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല, സത്യം ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. ഇതും അങ്ങയുടെ കുറവാണോ നബിയെ? അല്ല, താങ്കളുടെ പോരായ്മയല്ല, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കുറവാണോ? അതുമല്ല. പിന്നീട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അവർ സത്യത്തിനു നേരെ എന്നും പല്ലിടിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാനമായ കാരണം. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, അവർക്കെന്നും എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ല എന്ന ശൈലിയായിരിക്കും. ഉപദേശങ്ങൾ അങ്ങ് കേൾക്കണ്ട, എന്ത് പറഞ്ഞാലും അവർ നന്നാവാൻ തയ്യാറല്ല. സ്വന്തം താൽപര്യങ്ങളിൽ, വ്യക്തി താൽപര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും അവര്. വ്യക്തി താൽപര്യങ്ങളിലോ പാർട്ടി താൽപര്യങ്ങളിലോ ദുശ്ശാഠ്യങ്ങളിലും ദുർവാശികളിലുമൊക്കെ കുടുങ്ങിക്കിടക്കും ആ ജനത. അവരെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നബിയെ. അവരെന്നും ആ ഒരവസ്ഥയിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവരുടേതായ താൽപര്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് സത്യം കാണാൻ അവരൊരിക്കലും ഒരുങ്ങില്ല, ആ സത്യത്തെ കേൾക്കാനും ഒരുങ്ങില്ല. സുവിശേഷങ്ങൾക്കോ താക്കീതുകൾക്കോ അവർ കാതോ കണ്ണോ തരില്ല നബിയെ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അമൂ വസമ്മൂ ഫയഅ്ലാനുൽ ബശായിരി ലം തുസ്മഉ വബാരിഖത്തുൽ ഇൻദാരി ലം തുശമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അമൂ, അവരന്ധരാണ്, വസമ്മൂ, അവർ ബധിരരാണ്, കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല അവർക്ക്. ഫയഅ്ലാനുൽ ബശായിരി ലം തുസ്മഅ, അതുകൊണ്ട് തന്നെ സുവിശേഷ വിളംബരങ്ങൾ അവരൊരിക്കലും കേൾക്കുകയില്ല. സുവിശേഷ വിളംബരങ്ങൾ അവരുടെ കാതുകളിൽ കേൾക്കപ്പെടുകയില്ല. ഫയഅ്ലാനുൽ ബശായിരി ലം തുസ്മഅ വബാരിഖത്തുൽ ഇൻദാർ, താക്കീദിന്റെ മിന്നൽ പിണരുകൾ ലം തുശമി, അവരുടെ കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇത്തരം താൽപര്യങ്ങൾ കഠിറ്റായി പോയ ടീമിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതാണ് ഇനി അല്ലാഹു പറയുന്നത്, എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ജനത നന്നാവാത്തത്. ഇന്ന
ജഅൽനാ ഫീ അഅ്നാഖിഹിം മഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ചാർത്തിയിരിക്കുന്നു, അഗ്ലാലൻ, പലതരത്തിലുള്ള കുടുക്കു ചങ്ങലകൾ അവരുടെ കഴുത്തിൽ കുരുക്കു ചങ്ങലകൾ നാം ഇട്ടിരിക്കുന്നു. ഫഹിയ ഇലൽ അദ്ഖാൻ, ആ ചങ്ങലകൾ ഇട്ടിട്ട് അത് താടി ഭാഗം വരെ നിറഞ്ഞു നിൽക്കുകയാണ്. കഴുത്തിരിട്ടിരിക്കുന്ന ചങ്ങലകൾ അട്ടിയട്ടിയായിട്ടപ്പോൾ താടി ഭാഗം വരെ നിറഞ്ഞു നിന്ന ചെറിയ ഒരു വട്ട് മാത്രം കഴുത്തിലിട്ടാൽ ഒരു ബടമിട്ടതുപോലെ നമുക്ക് നടക്കാനും താഴോട്ട് നോക്കാനും തിരിഞ്ഞു നോക്കാനും എല്ലാറ്റിനും കഴിയും. എന്നാൽ അല്ലാഹു പറയുന്നു, അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ചങ്ങലകള് ഒരു ചങ്ങലയല്ല, അട്ടിയട്ടിയായിട്ട് താടിയല്ലുകൾ വരെ എത്തി നിൽക്കുന്നു. അത് അങ്ങനെ കയറ്റി ഒന്നിനു മുകളിൽ ഒന്ന് കയറ്റി വെച്ചിട്ട് അവസാനം അതാ താടി താഴ്ത്താൻ പറ്റാത്ത രൂപത്തില് അവർ കണ്ണുകൾ മേലോട്ട് പൊക്കിപ്പിടിച്ച അവസ്ഥയിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ അഗ്ലാൽ എന്ന് പറഞ്ഞാൽ കയ്യാമങ്ങളാണെന്ന് വിശദീകരിച്ചവരുമുണ്ട് മുഫസ്സിറുകളുടെ കൂട്ടത്തില്. കഴുത്തിലേക്ക് പിടിച്ചു കെട്ടുന്ന ആമങ്ങള്, അത് കഴുത്തിലേക്ക് കയ്യ് ബന്ധിപ്പിക്കുന്ന ആമങ്ങള്, ആ കയ്യാമം ഫഹിയയിലല്ലതാൻ, എന്നിട്ടത് പെരടിയിലേക്ക് അവരുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ, ഈ രൂപത്തിൽ ബന്ധിപ്പിച്ചപ്പോൾ അവർ മേലോട്ട് നോക്കുന്നവരാണ്, പിന്നീട് താഴോട്ട് നോക്കാൻ വയ്യ. അങ്ങനെ ഇതേ അവസ്ഥയിൽ അവർ നടക്കുമ്പോ മുന്നിൽ കുണ്ടും കുഴിയുമുണ്ടെങ്കിൽ അതിലവർ ചെന്നാപ്പതിക്കും, യാതൊരു സംശയവുമില്ല. മുന്നോട്ട് കാണില്ല, ചതിക്കുഴിയിൽ അവർ വീണുപോകും. ഇതാണ് സത്യനിഷേധികളുടെ അവസ്ഥ നബിയേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നിങ്ങൾ കണ്ടോ, അവിശ്വാസികളുടെ കഴുത്തിൽ നിങ്ങൾ ഈ ചങ്ങലകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തായി പറയുന്നത്? അവിശ്വാസികളും പിഴച്ചു പോയ കക്ഷികളെല്ലാവരും അവരൊക്കെ നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നത് ഈ രൂപത്തിൽ കയ്യാമം വെച്ചിട്ടാണോ? അല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, തഖ്രീറുൻ ലിതസ്മീമിഹിം അലൽ കുഫ്രി വഅദ്മി ഇബാഇഹിം അൻഹു ബിതംസീലി ഹാലിഹിം ബിഹാലില്ലദീ ഖുല്ലത്ത് അഅനാഖുഹും. കഴുത്തിൽ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട കയ്യാമം വെച്ച് കഴുത്തിലേക്ക് പിടിച്ചു കെട്ടിയവരുടെ അതേ അവസ്ഥയോട് അവരെ സാദൃശ്യമാക്കി സംസാരിച്ചതാണ് അല്ലാഹു. അവർക്ക് താഴോട്ട് കാണാത്തതുപോലെ ഇവർക്ക് മൂല്യങ്ങൾ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതാനും ചങ്ങലകളുണ്ട്. ആ ചങ്ങലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ്, അവരുടെ പാർട്ടി താല്പര്യങ്ങളാണ്, അവരുടെ വംശീയ താല്പര്യങ്ങളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നീണ്ടുപോവുകയാണ് ആ താല്പര്യങ്ങളുടെ പട്ടിക. ഇതാണ് ചങ്ങലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ചങ്ങലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണവർ. തൊട്ടുപിറകിൽ അല്ലാഹു പറയുന്ന വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവരുടെ മുമ്പിൽ നാം സ്ഥാപിച്ചിരിക്കുന്നു സദ്ദാ, ശക്തമായ മതിൽക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ, അവരുടെ പിന്നിലും മതിൽക്കെട്ടുണ്ടാക്കിയിരിക്കുന്നു. ഫഅഗ്ശൈനാഹും, മുന്നിലും പിന്നിലും മതിൽക്കെട്ടുണ്ടാക്കി. ഫഅഗ്ശൈനാഹും, അവരെ നാം ചുറ്റുമതിലിനുള്ളിൽ വലയം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഫഅഗ്ശൈനാഹും എന്നല്ല, ചുറ്റുഭാഗത്തും മതിൽ കെട്ടിയിട്ട് ചുറ്റുവലയത്തിൽ ഒതുക്കി വെച്ചു. അവരുടെ കണ്ണുകളെ പൂർണ്ണമായും നാം അന്ധമാക്കി കളഞ്ഞു. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർക്ക് കണ്ണ് കാണില്ല. കയ്യാമം വെച്ച് കഴുത്തിലേക്ക് പിടിച്ചു കെട്ടപ്പെട്ടവർ, മുന്നിലും പിന്നിലും ശക്തമായ ഭിത്തികളെ കൊണ്ട് മറയിട്ടവർ, ഒന്നിനും കഴിയില്ല അവർക്ക് എന്താണ് പുറത്ത് നടക്കുന്നത് എന്ന്. ഒരിക്കലും ജയിൽ പുള്ളികൾക്കറിയാൻ കഴിയില്ല. 4 കെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് എന്താണ് പുറത്ത് നടക്കുന്നത്, എപ്പോഴാ സൂര്യൻ ഉദിക്കുന്നത്, എപ്പോഴാ സൂര്യൻ അസ്തമിക്കുന്നത്, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളതെങ്കിൽ
സത്യം കാണാനോ സത്യത്തെ സമീപിക്കാനോ അതേക്കുറിച്ച് ചിന്തിക്കാനോ ഇത്തരം ആളുകൾക്ക് കഴിയില്ല നബിയെ എന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് നടത്തിയത്. അല്ലാതെ കഴുത്തിൽ ചങ്ങലയുണ്ടെന്നല്ല, മുന്നിൽ മതിൽക്കെട്ടുണ്ടെന്നല്ല, പിന്നിൽ മതിൽക്കെട്ടുണ്ടെന്നല്ല. ഗതകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ, പിന്നോട്ട് നോക്കുന്നതിന് തടസ്സമായി ശക്തമായ മതിൽക്കെട്ട് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള ചരിത്ര പാഠങ്ങളൊന്നും അവർ കേൾക്കില്ല. ഇങ്ങോട്ട് മുന്നോട്ട് നോക്കുന്നതിനും തടസ്സമാണ്. വരാനിരിക്കുന്ന ലോകത്തെ നോക്കിക്കാണാനും കഴിയില്ല. എന്നാൽ അവരുടെ വടത്തോ ഇടത്തോ അവരുടെ ചുറ്റുപാടുകൾ നോക്കാൻ അവർക്ക് കഴിയോ? അതും കഴിയില്ല. ചുരുക്കത്തിൽ ഒന്നും തിരിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു ജനതയായിരിക്കും ഇവർ. ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായിരിക്കും ഇവർ. ഇവർക്ക് ഒന്നും അറിയാൻ കഴിയില്ല. താൽപര്യങ്ങളെ അവരുടെ കഴുത്തിൽ നാം കുരുക്കുകളാക്കിയിട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, മുന്നിലും പിന്നിലും മതിൽക്കെട്ട് സ്ഥാപിച്ചു. അതോടുകൂടെ അവരന്ധരാണ്, ബധിരരാണ്. കണ്ടില്ലേ നിങ്ങൾ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, സുമ്മും ബുക്കുമുൻ ഉംയുൻ. അവര് ബധിരരാണ്, കണ്ണില്ലാത്തവരാണ്. അതുപോലെ തന്നെ മൂഹരാണ്. ബധിരരും അന്ധരും മൂഹരുമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പലയിടങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതേ, സത്യം കാണാനുള്ള കണ്ണവർക്കുണ്ടാവില്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണം, ഇവർ കഴിയുന്നത് എങ്ങനെയാണ്. ആഴക്കടലിലുള്ള മത്സ്യങ്ങളുടെ അവസ്ഥയാണ് ഇവർക്കുള്ളത്. ഇരുട്ട് പരന്നു കിടക്കുന്ന ആഴക്കടലിന്റെ താഴെയുള്ള മത്സ്യങ്ങളുടെ അവസ്ഥ. ഒരു സ്ഥലത്ത് ഖുർആൻ ഇവരെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. സൂറത്തുന്നൂറിൽ കാണാം. സൂറത്തുന്നൂറിന്റെ 40-ാമത്തെ ആയത്ത്, ഔ കദുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാത്തും ബഅ്ദുഹാ ഫൗഖ ബഅ്ദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ ومن لم يجعل الله له نورا فما له من نور. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യനിഷേധികൾക്ക് ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർക്കും അവരുടെ കർമ്മങ്ങൾക്കുമൊക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു. അപ്പോൾ മരുഭൂമിയിലെ മരീചിക പോലെയാണെന്ന് 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. 40-ൽ പറഞ്ഞു, ഔ കദുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയ്. അല്ലെങ്കിൽ കടലിലെ, അല്ല ആഴക്കടലിലെ, ബഹറല്ല ബഹറു ലുജ്ജിയ്, ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അവരുടെ ഉദാഹരണം. എന്താ ആഴക്കടലിന്റെ അന്ധകാരത്തിന്റെ പ്രത്യേകത? 972-ൽ സ്കാൻഡിനേവിയൻ നാവികരാണ് ഇത് കണ്ടെത്തിയത്. ഔ കദുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിയിൻ, ആഴക്കടലിലെ കട്ട പിടിച്ചു കിടക്കുന്ന ഇരുട്ട് കട്ടകൾ പോലെയാണ് അവരുടെ ഉദാഹരണങ്ങൾ. യഗ്ശാഹു മൗജ്, ആഴക്കടലിനെ വലയം ചെയ്തു നിൽക്കുന്നു. മൗജുൻ, തിരമാല വലയം ചെയ്തു നിൽക്കുന്നു. മിൻ ഫൗഖിഹി മൗജ്, അതിന്റെ മുകളിൽ മറ്റൊരു തിരമാലയുണ്ട്. മിൻ ഫൗഖിഹി സഹാബ്, അതിന്റെ മുകളിൽ കാർമേഘവുമുണ്ട്. എല്ലാം കൂടെ ആകുമ്പോ ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുന്നു. ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ് ആഴക്കടലില്. ഞാൻ ആദ്യം ആ സംഭവം ഒന്ന് പറയാം. ഇതൊക്കെ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തിയ ഈ ഉദാഹരണവൽക്കരണം എത്രമാത്രം ഹൃദ്യമാണ്. നമുക്ക് എത്രമാത്രം ചിന്തിക്കാൻ വകുപ്പുണ്ട് ഇതില്, എത്രമാത്രം പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ. 1972-ലാണ് സ്കാൻഡിനേവിയൻ നാവികര് ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്ത് ആഴക്കടലിലെ അന്ധകാരത്തിന്റെ അത്ഭുതം അവർ നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ആഴക്കടലിൽ ശക്തമായ കൂരിരുട്ടാണ്. കടലിന്റെ അകത്ത് എന്തായാലും ഇരുട്ട് തന്നെയാണ്. പക്ഷെ ഇത് ആഴക്കടലിൽ വളരെ താഴോട്ട് ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, അവിടെ ശക്തമായ തിരമാലകളാണ്. നമ്മളിവിടെ മുകളിൽ കാണുന്ന ഉപരിതല തിരമാലകളെ പോലെയല്ല. അഗാധതല തിരമാലകൾ കുറച്ച് കടുപ്പുള്ളതാണ്, ഭീമാകാരങ്ങളാണ്, വളരെ വലുപ്പുള്ള തിരമാലകളാണ് അഗാധതലത്തിൽ കാണാൻ കഴിയുന്നത്. ആ അഗാധതല തിരമാലയാണ് ആഴ
ആഴക്കടലിന്റെ ഭാഗം നിർണയിക്കുന്നത്, ആഴക്കടലിലേക്ക് അങ്ങോട്ട് എത്തുന്നത്, അതിന്റെ പരിധി നിർണയിക്കുന്നത് ഈ അഗാധതല തിരമാലകൾ കാണാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആഴക്കടലാണ്. എന്നാലോ മുകളിൽ വന്നു നോക്കിയാൽ നാം കാണുന്ന വളരെ വലുപ്പമുള്ള തിരമാലകൾ, ആർത്തിരമ്പി വരുന്ന തിരമാലകൾ, ഇത് ഉപരിതല തിരമാലകളാണ്. ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വലുപ്പമുള്ളതാണ് അഗാധതല തിരമാല. അപ്പോൾ ഈ തിരമാലയുടെ മുകളിൽ തിരമാലയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാ? യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് എന്ന് പറഞ്ഞാൽ തിരമാലയുടെ തൊട്ടുമുകളിൽ കിടക്കുന്ന തിരമാല തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ മിൻ ഫൗഖിഹി സഹാബ് എന്ന് പറഞ്ഞതോ അതിന്റെ മുകളിൽ മേഘമുണ്ട്, അതിന്റെ ഇടയിൽ ഗ്യാപ്പുണ്ടല്ലോ, അതേ രൂപത്തിൽ അവിടെയും ഗ്യാപ്പുണ്ടാവാം, കുഴപ്പമില്ല. 1972 ഇവർ ഈ അത്ഭുതം കണ്ടെത്തുന്നത്. ഈ വലിയ തിരമാലകൾക്ക് താഴെയുള്ള അവസ്ഥ ശക്തമായ കൂരിരുട്ടാണ്. അവർ പറഞ്ഞു ഒരു നിലക്കും അവിടെ ലൈറ്റ് തെളിയുകയില്ല. അവസാനം അവിടെയുള്ള ചില മത്സ്യങ്ങളെ പിടിച്ചു നോക്കുന്ന സമയത്ത് ചില മത്സ്യങ്ങൾക്ക് കണ്ണുപോലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവർ പറയുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത് ആ മേഖലയിൽ കഴിയുന്ന മത്സ്യങ്ങൾക്ക് കണ്ണുണ്ടായാലും കാണില്ല എന്നാണ്. ഇത്രത്തോളം പറഞ്ഞെങ്കിൽ ഈ ആയത്തിലേക്ക് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹ് പറയുന്നു അല്ലെങ്കിൽ ആഴക്കടലിലെ അന്ധകാരം പോലെയാണ്. യഗ്ശാഹു മൗജുൻ അഗാധതല തിരമാല അതിനെ വലയം ചെയ്തു നിൽക്കുന്നു. മിൻ ഫൗഖിഹി മൗജുൻ അതിന് കുറെ മുകളിൽ അതാ ഉപരിതല തിരമാലയുണ്ട്, നമ്മൾ കാണുന്ന തിരമാല. മിൻ ഫൗഖിഹി സഹാബ് അതിന്റെയും എത്രയോ മുകളിൽ മേഘം മൂടി നിൽക്കുന്നുമുണ്ട്. എന്നാൽ ആഴക്കടലിൽ എത്രത്തോളം ഇരുട്ടായിരിക്കും? കാരണം ഇതൊക്കെ ഇരുട്ടുകളാ. അങ്ങനെ ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ച് കിടക്കുന്നു. അവിടെ ഇതാ അഖ്റജ യദഹു മനുഷ്യൻ അവന്റെ കൈ ഇങ്ങനെ വീശുകയാണെങ്കിൽ, സ്വന്തം കൈ പുറത്തെടുത്താൽ, സ്വന്തം കൈ മുമ്പിലൂടെ അങ്ങനെ വീശിയാൽ, എത്ര ഇരുട്ടുള്ള റൂമിൽ കയറി നിങ്ങൾ വാതിലടച്ചോ, എന്നിട്ട് സ്വന്തം കൈ മുഖത്തിന്റെ അടുത്തുകൂടെ അങ്ങനെ വീശിയാൽ, മുഖത്തിന്റെ അരികത്ത് വീശിക്കഴിഞ്ഞാൽ എന്തോ ഒന്ന് ഇതിലെ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അള്ളാഹു പറയുന്നു ഇദാ അഖ്റജ യദഹു സ്വന്തം കൈവീശിയാൽ ലം യഖദ് യറഹ. ലം യറഹ എന്നല്ല പറഞ്ഞത്, അത് കാണൂല എന്നല്ല. ലം യഖദ് യറഹ കാണുന്നതിന്റെ അയലത്ത് പോലും എത്തില്ല, തീരെ കാണില്ല. സ്വന്തം കൈ പോലും അവിടെ വെച്ച് ഒരു നിലക്കും കാണാൻ കഴിയില്ല. ഇതുപോലെയാണ് സത്യനിഷേധികള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ആഴക്കടലിൽ കണ്ണില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന മത്സ്യങ്ങളെ പോലെ എന്നല്ലാതെ എന്തു പറയാൻ? ഈ ഭൂമിയിൽ ഇത്രയും വലിയ തുറന്ന ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ട് ഈ ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടിച്ച റബ്ബിനെ കാണാതെ നടക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്തു പറയാൻ? അതാണ് അല്ലാഹു പറയുന്നത്. അവരിരുട്ടിൽ തപ്പുകയാണ്, അവർക്ക് കണ്ണു കാണുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല, സത്യം ബോധ്യപ്പെടുന്നില്ല. ഇതാണ് ഇമാം ബൂസീരിയും പറഞ്ഞത് അമൂ വസമ്മൂ എന്ന് പ്രയോഗിക്കാനുണ്ടായ കാരണം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. അല്ലാഹു പറയുന്നു ഫമല്ലം വമല്ലം യജഅലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു വെളിച്ചം നൽകാൻ ആഗ്രഹിക്കാത്ത ടീമിന് വെളിച്ചമില്ല. അല്ലാഹു വെളിച്ചം കൊടുക്കാത്ത ടീമിന് വെളിച്ചമില്ല. കണ്ണുണ്ടായത് കൊണ്ട് കാണാൻ കഴിയില്ല, ചെവിയുണ്ടായത് കൊണ്ട് കേൾക്കാൻ കഴിയില്ല, ഹൃദയമുണ്ടായതുകൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. ആ തൗഫീഖ് പടച്ച റബ്ബ് തരണം. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ നിന്റെ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ റഹ്മാനെ. ആ തിരി കത്തിച്ച് ഞങ്ങളുടെ കയ്യിൽ തരണേ അല്ലാഹ്. പടച്ചവനെ, പലരും നല്ല നിലയിൽ മുന്നോട്ട് പോയി അവസാന ഘട്ടത്തിൽ അവർക്ക് ഹിദായത്ത് നഷ്ടപ്പെടുന്ന വളരെ ദുഃഖകരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ്, ഞങ്ങളുടെ ഹിദായത്ത് നീ തകർത്ത് കളയരുത് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ ഒരിക്കലും ദുഷിപ്പിക്കരുത് റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈമാൻ തെറ്റിപ്പോകുന്ന മക്കളാക്കരുത് റഹ്മാനെ. അല്ലാഹു ആ പറഞ്ഞതിനൊരു വലിയ അർത്ഥമുണ്ട്. എത്ര വലിയ സംഗതികൾ കണ്ടാലും ഇപ്പൊ നമ്മൾ പറയുന്നു സ്കാൻഡിനേവിയൻ നാവികർ ഇതൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടുപിടിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ആശയങ്ങൾ എത്രയോ മുമ്പ് വിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവർ ഈ സത്യത്തിലേക്ക് കടന്നു വന്നോ? ഇല്ല. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ.
മനസ്സിലാക്കണം, നമ്മുടെ അടുത്ത് വെളിച്ചം, വിവരം, വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ ആറ്റം ബോംബ് നിർമ്മിക്കാൻ അറിഞ്ഞാൽ, ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ, ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കുന്ന വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ, അതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വിവരങ്ങളെങ്കിൽ, ബഹിരാകാശ പേടകങ്ങൾ സംവിധാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് വിവരമെന്ന് കണക്കുകൂട്ടുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്രരംഗങ്ങളിലുള്ള മുന്നേറ്റമാണ് വിവരവും വെളിച്ചവും എന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ, അതിലുള്ള അവഗാഹമാണ് യഥാർത്ഥ അറിവ് എന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ, ഇതൊന്നുമല്ല, യഥാർത്ഥ ജ്ഞാനം മറ്റൊന്നാണ്, യഥാർത്ഥ വെളിച്ചം മറ്റൊന്നാണ്. ആ വെളിച്ചം ലഭിച്ചവർ രക്ഷപ്പെട്ടു. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. എത്ര വലിയ സയന്റിസ്റ്റ് ആയാലും ശരി, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടെത്തിയാലും ശരി, പടച്ച റബ്ബ് വെളിച്ചം നൽകിയിട്ടില്ലേ, അവന് വെളിച്ചമില്ല. തന്റെ താല്പര്യങ്ങളോട് പൊരുതിയിട്ട് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറില്ലാത്തവർക്ക്, സത്യം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർക്ക് ഒരിക്കലും രക്ഷയില്ല, ഒരിക്കലും രക്ഷയില്ല. അവർക്ക് ഉറക്ക ഉദ്ഘോഷിക്കാൻ കഴിയുന്നില്ല. എന്ത്? മാറ്റുവീൻ ചട്ടങ്ങളെ, പൊട്ടിച്ചെറിയുവീൻ ചങ്ങലകളെ, തട്ടിത്തകർക്കുവീൻ മതിലുകളെ. നാം കേട്ടു പരിചയമുള്ള ഒരു മുദ്രാവാക്യമാണല്ലോ, ആരുടെയോ ഒക്കെ അടുത്തു നിന്ന് കേട്ടുവരുന്ന ഒരു മുദ്രാവാക്യമാണ്. ഏതാവട്ടെ, അത് വിളിക്കുന്നവരെ കുറിച്ചോ അവരുടെ പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. ആ മുദ്രാവാക്യം ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വിഷയത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടായിട്ട്, ആ സ്രഷ്ടാവിനെ കണ്ടെത്താൻ മതിയായ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, നമ്മുടെ ചട്ടങ്ങൾ അതിനെതിരാണെന്ന് കരുതി നമ്മുടെ കഴുത്തിലുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ തയ്യാറില്ല, നമ്മുടെ മുമ്പിലുള്ള മതിൽക്കെട്ടുകൾ നാം തകർക്കാൻ തയ്യാറില്ല. എന്നാൽ ഇത് ഉറക്ക ഉദ്ഘോഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ഈ മുദ്രാവാക്യം ഉറക്ക വിളിച്ച് അതിനനുസരിച്ച് അള്ളാഹുവിനെ കണ്ടെത്തി മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നവർ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവൂ. നബിയെ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ കണ്ടോ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല, അവരുടെ കഴുത്തിൽ നാം ചങ്ങലകൾ ചാർത്തി എന്ന് പറഞ്ഞ്. ചങ്ങലകൾ ഏതാ? ചിലർക്ക് കച്ചവടമാണ്, ചിലർക്ക് കുടുംബമാണ്. കണ്ടോ, മുഹമ്മദ് പറയുന്നത് ശരിയാണെന്നറിയാം, പക്ഷെ എന്റെ കച്ചവടം ഏർപ്പാടും ഒക്കെ മക്കത്താ. മദീനത്തേക്ക് പോകാൻ എനിക്ക് വിഷമമുണ്ട്, കച്ചവടം ഒഴിവാക്കാൻ കഴിയൂല. അവരെ കഴുത്തിലുള്ള ചങ്ങല കച്ചവടമാണ്, അത് പൊട്ടിച്ചെറിയാൻ അവർക്ക് കഴിയുന്നില്ല. അതേ രൂപത്തിൽ എത്രയെത്ര സംഭവങ്ങളല്ലേ. ഇസ്ലാമിന് കോട്ടം തട്ടുന്നിടത്ത് എന്റെ ബിസിനസ് താല്പര്യം ഞാൻ നോക്കാൻ പാടില്ല. എത്ര പേര് ഇസ്ലാമിന് കോട്ടം തട്ടുന്നുണ്ട്, വ്യക്തമാണ്. എന്നാലും എന്റെ ബിസിനസ് തകരുമെന്ന് കാണുമ്പോൾ വേണ്ട എന്ന് പറയുന്നവരും എത്ര സമയത്ത്, എത്ര സ്ഥലങ്ങളിൽ, എത്ര സന്ദർഭങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ കടയിൽ കച്ചവടം കുറയുമെന്നൊരു ഭീഷണി, തന്റെ കടക്കടുത്ത് ഒരു സുന്നി പള്ളി നിർമ്മിച്ചാൽ അതെന്റെ കച്ചവടത്തെ ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട് അതിൽ നിന്ന് മാറിക്കളയുന്നവർ ഈ ചങ്ങല പൊട്ടിച്ചെറിയാൻ കഴിയാത്തവരാണ്. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം, ഒരു നാട്ടിൽ ഒരു സുന്നിപ്പള്ളിയില്ല, അവിടെ ഒരു സുന്നിപ്പള്ളി നിർമ്മിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് ഒത്താശ ചെയ്ത ഒരു സഹോദരൻ, അത് സമ്മതം മൂളിയ ഒരു സഹോദരൻ അദ്ദേഹത്തെ ചെന്ന് അതാ വ്യതിയാന ചിന്താഗതിക്കാര് ചാക്കിട്ട് പിടിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കും ഇവിടെ പള്ളിയെടുത്താൽ. അദ്ദേഹം പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. ഇതാ പറഞ്ഞത്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല. ചങ്ങലകൾ പലതരത്തിലാണ്. കച്ചവടം പൊളിയുമോ? സത്യം പറഞ്ഞാൽ ഇതൊരു ചങ്ങലയാണ്. ചിലർക്ക് കുടുംബമാണ് വിഷയം. മുഹമ്മദ് പറയുന്നത് ശരിയാണ്, എനിക്ക് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന ആളുകൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ എന്റെ കുടുംബ സാഹചര്യമൊന്നും അങ്ങനെയല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോകണമെന്നുണ്ട്, ആ പണ്ഡിതന്റെ കീഴിൽ അണിനിരക്കണമെന്നുണ്ട്. എങ്ങനെ വീക്ഷിച്ചിട്ടും വളരെ ക്ലിയറാണ്.
പക്ഷേ എൻ്റെ കുടുംബ സാഹചര്യം, എൻ്റെ വാപ്പ, എൻ്റെ വല്യാപ്പ, എൻ്റെ ജേട്ടൻ, എൻ്റെ അനുജൻ, അവരെയൊക്കെ നോക്കുമ്പോൾ ആ സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. കണ്ടോ നിങ്ങൾ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാലാ, ചിലരുടെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചങ്ങല, കുരുക്കു ചങ്ങല. ലീഡർഷിപ്പാണ്. വലീദ് ഇബ്നുൽ മുഗീറയെ കുടുക്കിയത് ലീഡർഷിപ്പാണ്. വലീദ് ഇബ്നുൽ മുഗീറ ലഅനത്തുല്ലാഹി അലൈഹി, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അവന്റെ ദുരന്തത്തെക്കുറിച്ച്. കേട്ടില്ലേ? ഇന്നലെ നമ്മൾ കേട്ടല്ലോ. സഹോദരന്മാർ ചിന്തിക്കുക, ഈ വലീദ് ഇബ്നുൽ മുഗീറ ഒരു സമയത്ത് ഏകദേശം ഇസ്ലാമിലേക്ക് വലത്തേക്കാൽ എടുത്തു വെച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ സൂറത്തുൻ നഹ്ലിന്റെ 90-ാം വചനം വളരെ പ്രശസ്തമാണ്. ആ ആയത്ത് സമഗ്രമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ ഒരൊറ്റ ആയത്തേ ഉള്ളൂ, അത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ഒരൊറ്റ ആയത്താണ് ഖുർആനിലുള്ളതെങ്കിൽ 6000-ൽ പരം ആയത്തുകൾ നിങ്ങൾ മാറ്റിവെച്ചോ. ഈ ഒരൊറ്റ ആയത്ത് തന്നാൽ ഇതുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും സ്ഥാപിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ മഹാന്മാർ പറഞ്ഞത് ഇത് ഖുർആനിലെ ജാമിഉം മാനിഉമായ ആയത്താണ് എന്ന് പറഞ്ഞ സമഗ്രമായ വചനം. അതാണ് ജാമിഉം മാനിഉമായ ആയത്ത് എന്ന് പറഞ്ഞ. ഉൾക്കൊള്ളിക്കേണ്ട മൂല്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചു. പുറത്ത് നിർത്തേണ്ട മുഴുവൻ തിന്മകളെയും പുറത്തു നിർത്തും ചെയ്തു. എന്താണ് ഇസ്ലാം എന്നവിടെ പഠിപ്പിച്ചു. 3 കൽപ്പനയും 3 വിരോധനയുമാണ് ആ ആയത്തിലുള്ളത്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം അങ്ങോട്ട് പോയാൽ നമ്മുടെ ആയത്തുകളിലൂടെ ബാക്കിയാവും. ഇന്നല്ലാഹ യഅ്മുർ, തീർച്ചയായും റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിൽ അദ്ൽ, നീതി, പൂർണ്ണമായ നീതി പാലിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താ? 50-50 ഇങ്ങനെ ഒപ്പിക്കുകയാണ്. എന്റെ അവകാശം അവന്റെ അവകാശം ഒന്നും ഞാൻ എടുക്കാതിരിക്കുക, എന്റേതൊന്നും അവനും വേണ്ട. ഇതാണ് നീതി. അങ്ങനെ പോയാലും നീതി സ്ഥാപിതമാവും. പക്ഷേ നീതി കൊണ്ട് മാത്രം സമൂഹം നിലനിൽക്കില്ല. പിന്നെയോ, മുതലാളിമാര് പാവങ്ങളെ സഹായിക്കണം, പരസ്പര സഹകരണങ്ങൾ വേണം, പരോപകാരം വേണം. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. ആ പരസ്പര സഹകരണത്തിൽ തന്നെ ചിലരുണ്ടാകും നാടുനീള റിലീഫ് പ്രവർത്തനങ്ങളുമായി ഓടി നടക്കും. സ്വന്തം വാപ്പയും ഉമ്മയും പട്ടിണിയിലായിരിക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. നല്ലോണം ഓർക്കണം, അത് ഗൗരവമുള്ള കേസാണ്, ഒരിക്കലും ഉണ്ടാവരുത്. വഇതാഇ ദിൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്ക് നീ പ്രത്യേക ദാനം നൽകണം. ഈ 3 കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. ഇതുകൊണ്ട് ഇസ്ലാം മുഴുവൻ സ്ഥാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിയമങ്ങൾ മുഴുവൻ അതിൽ പെട്ടു. നാം അദ്ല് കൊണ്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സ്ഥാപിക്കാം. ഇഹ്സാൻ കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം അതിൽ കടന്നു വരും. ഈതാഉ ദിൽ ഖുർബ കൊണ്ട് കുടുംബ ബന്ധവും കടന്നു വന്നു, ഒക്കെ കഴിഞ്ഞു. ഇനി അതിൽ പെടാത്തതൊന്നുമില്ല. അതിൽ എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടെ നീതിയുണ്ട്, സൃഷ്ടിച്ച റബ്ബിനോട് കൂടെ കുറെ നീതികളുണ്ട്, റബ്ബയച്ച പ്രവാചകരോടുകൂടെ കുറെ നീതികളുണ്ട്. അതൊക്കെ പാലിക്കണം. നീതി എന്ന് പറഞ്ഞാൽ കേവലം പറഞ്ഞങ്ങോട്ട് വിട്ടാൽ പോരാ, അത് ഇപ്പൊ പറയാൻ സമയമല്ല വിശദീകരിക്കാൻ. പിന്നെ 3 വിരോധനകൾ. അല്ല നിങ്ങളെ വിരോധിക്കുന്നത് അനിൽ ഫഹ്ശാൽ, വൃത്തികെട്ട ഏർപ്പാടുകളെ തൊട്ടാണ്. ലജ്ജാവഹമായ ഏർപ്പാടുകൾ നിങ്ങൾ അവസാനിപ്പിക്കണം. അയ്യേ എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതിനാ ഫഹ്ശാ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, സ്വവർഗരതി, നീണ്ടു കിടക്കുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ലിസ്റ്റ്. ഇതാണ് ഫഹ്ശാ. മുങ്കർ എന്ന് പറഞ്ഞാൽ നീചമായ കാര്യം. ആ പദം തന്നെ മനസ്സിലാക്കി തരുമത്. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഏർപ്പാടാണ്. അതിൽ ലൈംഗിക അടിഞ്ഞാട്ടം, അതുപോലെ തന്നെ നഗ്നത, ഇതൊക്കെ അതിലേക്ക് കടന്നു വരും. അതൊക്കെ വളരെ വൃത്തികെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ നഗ്നത പ്രകടിപ്പിച്ച് അന്ന് കഅബയെ ത്വാഫ് ചെയ്തിരുന്ന ടീമിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നിടത്തും ഇത് പറയുന്നുണ്ട്. ഫഹ്ശാവ് കൊണ്ട് അള്ളാഹു ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കൂലല്ലോ, വൃത്തികേട് കൊണ്ട്. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്. ചില പത്രങ്ങളിലൊക്കെ മുൻ പേജിൽ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വഷളത്തരം തോന്നാറുണ്ട്. ഒരു നൂല് പോലും എടുക്കാതെ ഇപ്പോഴും നഗ്നമായി പ്രദക്ഷിണം നടത്തുകയും നഗ്നമായി ആരാധന നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് വളരെ വഷളായ ഒരു ഏർപ്പാടാണ്, സംശയമൊന്നുമില്ല. എന്നല്ല, ഇവിടെ എല്ലാവരും
എന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കരുത്. ഇവിടെ മറ്റുള്ള മതക്കാര് തന്നെ അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തതാണ്. ഏതാവട്ടെ, അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. നമ്മൾ പലപ്പോഴും കണ്ടതാണ് കുംഭമേളകളുടെ ചിത്രങ്ങളൊക്കെ പലപ്പോഴും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഫഹ്ശാഇനെ നിങ്ങൾ വിരോധിക്കുന്നു. വൃത്തികെട്ട ലൈംഗിക വൃത്തികേടുകളിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. വൃത്തികേടിലേക്ക്, മുങ്കർ എന്ന് പറഞ്ഞാൽ വൃത്തികേട് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ മനസ്സ് അതിനെ വെറുക്കും. അതാണ് മുങ്കർ, വെറുക്കപ്പെടുന്ന കാര്യം. ഇപ്പോ മദ്യപിക്കുന്ന ഒരാളെ സമൂഹത്തിനൊക്കെ വെറുപ്പായിരിക്കും. ഇതാണ് മുങ്കർ. ചൂത് കളിക്കുന്നവന് സമൂഹത്തിന് വെറുപ്പായിരിക്കും. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവന്, ബോധമുള്ളവന് വെറുപ്പായിരിക്കും. ഇതാണ് മുങ്കറാത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടു. ഇനി ഇവിടെ കടന്നു വരാവുന്ന ഒരൊറ്റ തെറ്റേ ഉള്ളൂ തിന്മകളുടെ കൂട്ടത്തിൽ. അതെന്താ? ദേഷ്യം വല്ലാതെ കത്തിക്കൊമ്പുമുണ്ടാകുന്ന അതിക്രമങ്ങള്, വൽബഗയു, അക്രമ പ്രവർത്തനങ്ങളെ തൊട്ടും വിരോധിച്ചു. ഈ മൂന്നെണ്ണത്തിൽ പെടാത്ത ഒരു ഹറാമായ കാര്യം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പറയാൻ കഴിയില്ല. ദീനുൽ ഇസ്ലാമിലെ ഏത് ഹറാം എടുത്താലും ഫഹ്ശാഓ മുങ്കറോ ബഗയോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് സമഗ്രമാണ് ഈ ആയത്തെന്ന് പറയാൻ കാരണം. ഈ ആയത്തിറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാഹിത്യത്തിൽ അറിയപ്പെട്ട, സാഹിത്യപ്പെടുവായിരുന്ന ഈ വലീദ് ഇബ്നുൽ മുഗീറയെ വിളിച്ചിട്ട് റസൂലുള്ളാഹ് ഓതിക്കൊടുത്തു ഈ ആയത്ത്. അവൻ ഓതിക്കൊടുത്ത സമയത്ത് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, യബ്ന അഖീ അഇഫ്, സുഹൃത്തെ ഒരു തവണയും കൂടെ ഒന്ന് ഓതിക്കാട്ടെ. അഇഫ്, ഒറ്റ പ്രാവശ്യവും കൂടെ നീ ഒന്ന് മടക്കി ആവർത്തിച്ച് ഓതി തരൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഫഅദാലി, അള്ളാഹുവിന്റെ റസൂൽ ഒരാവർത്തിയും കൂടെ ഓതിക്കൊടുത്തു. അതങ്ങോതി, അതിന്റെ ആശയ ലഹരിയിലങ്ങ് വീണു വലീദ് ഇബ്നുൽ മുഗീറ. ആ സമയത്ത് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു പോയതാണ്. ഇന്നലെ നമ്മൾ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ വലീദ് ഇബ്നുൽ മുഗീറ തന്നെയാണ് ഇത് പറയുന്നത്. അതെ, അവന്റെ കഴുത്തിലുള്ള ചങ്ങല പൊട്ടിച്ചെറിയാൻ അവന് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് ഓതിക്കൊടുത്തപ്പം വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, വല്ലാഹി ഇന്ന ലഹു ലഹലാബ വ ഇന്ന അലൈഹി ലത്വലാവ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദഖ് വ ഇന്ന അഅലാഹു ലമുസ്മിർ വമാ ഹുവ ബിഖൗലി ബശർ. ഇത് വലീദിന്റെ വാക്കുകളാണ്. എന്തേ വലീദ് പറഞ്ഞത്? അല്ലാഹുവേ, എന്തായി കേൾക്കുന്നത്? ഇന്ന ലഹു ലഹലാവ, ഈ വചനത്തിനൊരു പ്രത്യേക മാധുര്യമുണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ ഓതിയ വാക്കിന് വല്ലാത്തൊരു മാധുര്യം. അതിൻ്റെ ആ പദപ്രയോഗങ്ങളുടെ സൗന്ദര്യം, ആശയലോകത്തെ ഗാംഭീര്യം, അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ക്രമീകരണത്തിലെ ശബ്ദം, ഇതെല്ലാം കൂടെ ആലോചിച്ച് പറഞ്ഞതാ ഇന്ന ലഹു ലഹലാവ. ഇതിന് വല്ലാത്തൊരു മധുരമുണ്ടല്ലോ. ഇത് കേൾക്കാൻ തന്നെ എന്തൊരു ഹരം. വഇന്ന അലൈഹി ലത്വലാബ, ഈ വചനം വല്ലാത്ത ലാവണ്യമുള്ള വചനമാണല്ലോ. അതുപോലെ തന്നെ വഇന്ന അസ്ഫലഹു ലമുഗ്ദഖ്, ഈ വചനത്തിന്റെ താഴ്ഭാഗം ശരിക്ക് വെള്ളം കുതിർന്നു നിൽക്കുന്നതാണല്ലോ, നല്ല തണുപ്പുണ്ടല്ലോ. വഇന്ന അഅലാഹു ലമുസ്മിർ, മാത്രമല്ല ഇതിന്റെ മുകൾ ഭാഗം ഫലഭൂയിഷ്ഠമാണല്ലോ. എല്ലാ നിലക്കും ചേലൊത്ത ഒരു വചനമാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞത്. എന്നിട്ടവൻ പറഞ്ഞു, വമാ ഹുവ ബിഖൗലി ബശർ, സത്യം സത്യം, ഇതൊരിക്കലും ഒരു മനുഷ്യന്റെ വാക്കാകാൻ പറ്റില്ല. ഇത് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടെ അതാ മുസ്ലിമീങ്ങൾക്ക് മൊത്തം പ്രതീക്ഷയായി. വലീദ് മുശ്രിക്കുകളുടെ നേതാവാണ്. അവൻ കൂറുമാറിയാൽ ധാരാളം ആളുകൾ അവന്റെ പിന്നാലെ വരും. ഇത് തിരിച്ചറിഞ്ഞ അബൂജഹലും ടീമും അവര് സങ്കടപ്പെടാൻ തുടങ്ങി. അവര് പറഞ്ഞു, നമ്മുടെ സങ്കടം എന്നല്ലാതെ എന്തു പറയാൻ. അവൻ എന്തേ ചെയ്തതെന്നറിയില്ല. മുഹമ്മദിന്റെ സിഹറിൽ അവനും കുടുങ്ങിയിരിക്കുന്നു. ഇവര് പറഞ്ഞു. എന്നിട്ട് അവർ സങ്കടപ്പെടുമ്പോ അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടണ്ട, ആ കാര്യം ഞാനേറ്റു, അവനെ തിരിക്കുന്ന കാര്യം ഞാനേറ്റു. കാരണം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല,
ഓരോരുത്തരുടെ കഴുത്തുകളിലും ചങ്ങലകളുണ്ടല്ലോ, ആ ചങ്ങല പൊട്ടിച്ചെറിയാൻ കഴിയാത്തവനാണ് ഇവൻ, ഇച്ഛാശക്തിയില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവനെ വശീകരിക്കാൻ കഴിയുമെന്ന് അബൂജഹൽ മനസ്സിലാക്കി. അബൂജഹൽ വന്നിട്ട് അതാ വളരെ വേദനയോടുകൂടെ ദുഃഖം അഭിനയിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഇവൻ ചോദിക്കാൻ, എന്തേ മാലി അറാക ഹസീന, എന്തേ അബൂജഹലിനോട് ചോദിക്കാം, അബുൽ ഹിക്കം എന്തേ ഇത്ര ഒരു വല്ലാത്തൊരു വിഷമം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്, എന്താ ഇത്രമാത്രം ടെൻഷൻ അടിച്ച് കാണാൻ കാരണം? ഇവിടുന്ന് പറഞ്ഞു, ഒന്നുമല്ല, നിങ്ങൾ മതം മാറിയിട്ടുണ്ടെന്ന് നാട്ടിലാകെ ചർച്ചയുണ്ട്. അതുകൊണ്ട് നാട്ടിൽ വൻ തോതിൽ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നിങ്ങൾ മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയുമൊക്കെ അവരുടെയൊക്കെ നക്കാപിച്ച കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാലെ പോയതാണ്. ഭൗതിക താല്പര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് ജനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണച്ചാക്ക് കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആ പണച്ചാക്ക് തന്നെ തിന്ന് പിടിച്ചു നിർത്താമെന്ന് കരുതിയാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. ഇവൻ പറഞ്ഞു, എന്നാലൊരു കാര്യം മനസ്സിലാക്കിക്കോ, ലഖദ് അലിമത് ഖുറൈശുൽ ബിഅന്നീ അക്സറുഹാ മാലാ, എന്നെ പണച്ചാക്ക് തന്ന് സ്വാധീനിക്കാൻ പറ്റിയ ഒരു ആൺകുട്ടി നിങ്ങളെ കൂട്ടത്തിൽ ആരാടാണ്? അതിന് പറ്റിയൊരു പണക്കാരൻ നിങ്ങളെ കൂട്ടത്തിൽ വേണ്ടേ? ഞാൻ ഒന്നാം തരം ഖുറൈശികൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണസാക്കാണെന്ന് അവർക്കൊക്കെ അറിയാം. എന്നിട്ട് പിന്നെ 10 ഉറുപ്പ്യ കാട്ടിയിട്ട് എന്നെ നേരെയാക്കാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ടൊന്നല്ല മുഹമ്മദിന്റെ കൂടെ പോയത്. ഞാൻ മുഹമ്മദിന്റെ പിന്നാലെ പോയതിന്റെ പിന്നിൽ വേറൊരു താല്പര്യമുണ്ട്. അതെന്താ? ഞാൻ ഇന്നൊരു വചനം കേട്ടു, അത് വേണമെങ്കിൽ ഓതിത്തരാം. ഞാൻ പഠിച്ച നിരൂപണ ശാസ്ത്രങ്ങൾ മുഴുവൻ വെച്ച് നോക്കിയിട്ട് ഒരു പ്രതികരണം അതേക്കുറിച്ച് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നല്ലതേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ആ വചനത്തെ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അല്ലാതെ കഴിയില്ല. അപ്പൊ അബൂജഹലിന് മനസ്സിലായി, നല്ലോണം പിടിച്ചിട്ടുണ്ട് തലക്ക്. അബൂജഹൽ പറഞ്ഞു, എന്നാ പോവുകയാണെങ്കിൽ ഒന്ന് പൊയ്ക്കോ. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ വരെ നിന്നെ കണ്ടപ്പോ എഴുന്നേറ്റു നിന്നവർ, ഇന്നലെ വരെ നിന്നെ കണ്ടപ്പം വന്നിച്ചവർ എഴുന്നേറ്റു നിൽക്കുമെന്ന് കരുതണ്ട കേട്ടോ. ഇന്ന് മുതൽ നിന്റെ മുഖത്തേക്ക് അവർ കാർപ്പിച്ചു തുപ്പും. ലീഡർഷിപ്പ് സമൂഹത്തിൽ എത്രയോ നാളുകളായി നീ നേടിയെടുത്ത അംഗീകാരം, ഈ അംഗീകാരം തകരും കേട്ടോ എന്ന് അബൂജഹൽ പറഞ്ഞ സമയത്ത് അപ്പ ഇവൻ പറയാണ്, പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ, ഞാൻ ഇന്നൊന്ന് ചിന്തിച്ചാട്ടെ, നാളെ പറയാൻ പോകും. പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ, അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമാകുമ്പോൾ ആലോചിക്കാതെ തീരുമാനം എടുത്താൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളുണ്ടാവും. ഞാൻ നാളെ പറയാം, ഇന്ന് രാത്രി ഒന്ന് സ്വസ്ഥായിട്ട് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചിന്തിച്ചു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 18-ാമത്തെ ആയത്ത് മുതൽ 25 വരെ. പിന്നീട് അവൻ കളം മാറ്റി ചവിട്ടിയതാ പറയുന്നത്. മനസാക്ഷിക്കെതിരായിട്ട്, മനസാക്ഷി ഇപ്പൊ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ ഈ താല്പര്യം, ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ കഴിയാത്തത് കൊണ്ട് തന്റെ ബന്ധം, തന്റെ ലീഡർഷിപ്പ്, നാട്ടുകാരിലുള്ള അംഗീകാരം, ഇതൊന്നും നഷ്ടപ്പെടുത്താനാവൂല എന്ന നിലയ്ക്ക് മനസാക്ഷിക്കെതിരായിട്ട് നടത്തുമ്പോ എത്ര വലിയ മാനസിക സംഘർഷം അയാൾ നേരിട്ടിട്ടുണ്ടാകും. അത് മുഴുവനും ആയത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ എത്രത്തോളം താങ്ങിയായിരിക്കും ആ തീരുമാനം എടുത്തത്. അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോസംഘർഷം മുഴുവനും ആയത്ത് വരന്നിട്ടിരിക്കുന്നു. ഇന്നഹു ഫക്കറ വഖദ്ദർ, ഇന്നഹു ഫക്കറ വഖദ്ദർ, ഫഖുതില കൈഫ ഖദ്ദർ, ഫഖുതില കൈഫ ഖദ്ദർ, ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر. നോക്ക് നിങ്ങൾ എത്ര പെട്ടെന്ന് കളം മാറ്റി ചവിട്ടിയത്. ഖുർആൻ ഇങ്ങനെ പറയുന്നു, ഇന്നഹു ഫക്കറ, അവൻ ഗാഢമായി ആലോചിച്ചു. രാത്രി ഇങ്ങനെ ഇരുന്ന് കുറെ ചിന്തിച്ചു, എന്ത് വേണം, മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൗമിന്റെ കഥ ആലോചിക്കുമ്പോൾ ബേജാറുണ്ട്. വഖദ്ദറ, അവൻ ചിന്തിക്കാൻ പോയി. അവസാനം വഖദ്ദറ, വലിയ ആത്മഹത്യാപരമായ ഒരു തീരുമാനം അയാൾ എടുത്തു. ചിലതൊക്കെ അയാൾ ഉറപ്പിച്ചു, കണക്കാക്കി ഇറങ്ങി. ഫഖുതില കൈഫ ഖദ്ദർ,
ഫഖുതില. ഖുർആൻ പറയുന്നത് കണ്ടോ, തുലയട്ടെ അവൻ, തുലഞ്ഞു പോവട്ടെ അവൻ. കൈഫ ഖദ്ദർ, എന്തൊരു അത്ഭുതകരമായ തീരുമാനമാണ് അയാൾ എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും അയാളുടെ മനസാക്ഷിക്കെതിരാണല്ലോ അത്. അതുകൊണ്ട് അയാൾ നശിക്കട്ടെ എന്ന പ്രയോഗത്തോടുകൂടിയാ പറയുന്നത്. ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ, പിന്നെയും തുലയട്ടെ അവൻ. എന്തൊരാത്മഹത്യാപരമായ തീരുമാനമായി പോയത്. സുമ്മ നദർ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ അതാ സമൂഹത്തിലേക്ക് കടന്നുവന്ന് അവൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. രാത്രിയുള്ള തീരുമാനമൊക്കെ കഴിഞ്ഞ് പിന്നെ സമൂഹത്തിൽ വന്ന് ആലോചിച്ചിരുന്നു. സുമ്മ അബസ, പിന്നീട് നെറ്റിയൊന്ന് ചുളിച്ചു. വബസറ, അവന്റെ ചുണ്ടുകൾ കോട്ടി എന്ന് പറഞ്ഞാൽ ചില നീരസങ്ങൾ പ്രകടിപ്പിച്ചു. ചിന്തക്കെന്തോ റിസൾട്ട് കിട്ടിയതുപോലെ, എന്തോ ഒരു ഫലത്തിൽ ചിന്ത എത്തിപ്പെട്ടതുപോലെ അവൻ ചില വെറുപ്പ് പ്രകടിപ്പിച്ചു. സുമ്മ അദ്ബറ വസ്തക്ബർ, എന്നിട്ട് അവനതാ പിന്മാറി, അഹങ്കാരപൂർവം പിന്മാറി. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് തീർത്തും സ്വാധീനിക്കപ്പെടുന്ന വല്ലാത്തൊരു മാസ്മരികതയാണ്, ഇത് ഒരു മനുഷ്യവചനം തന്നെയാണ്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ഇത് മനുഷ്യന്റെ വാക്കല്ല, അല്ലട്ടോ ഇത് മനുഷ്യന്റെ വാക്ക് തന്നെയാണ്. ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങോട്ട് പറയാണ്. അത് പറയാനുണ്ടായ താമസാണ് ഇത്രയും താങ്ങി പറഞ്ഞത്. അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷത്തിന്റെ ചിത്രീകരണമാണ് വിശുദ്ധ ഖുർആനാ നടത്തിയത്. മഹാന്മാരായ മുഫസ്സിറുകൾ ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലെ ഇപ്പൊ അങ്ങനെയൊന്നും പറയണ്ടല്ലോ. വളച്ചു കെട്ടി അങ്ങനെ എന്ന് പറഞ്ഞാൽ അയാൾ ആ തീരുമാനം എടുക്കാനുണ്ടായ പ്രയാസമാണ് അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാവട്ടെ, ഇതാ നമ്മൾ പറഞ്ഞത്, ഇവനെന്തേ പറ്റിപ്പോയത്? ഇവന് പറ്റിപ്പോയത് ലീഡർഷിപ്പ് നഷ്ടപ്പെടുമെന്ന ധാരണയാണ്. ഇവന്റെ കഴുത്തിലുള്ള സംഗല ലീഡർഷിപ്പാണ്. ചിലർക്ക് പ്രശ്നം ജനിച്ച മണ്ണാണ്. മുഹമ്മദ് പറയുന്നത് ശരിയാണെന്നറിയാം, പക്ഷേ സത്യമാണ് എന്ന് പറഞ്ഞാൽ കുടുംബം നാടും വീടും ഒക്കെ വിട്ടും ജനിച്ച മണ്ണ് ഒഴിവാക്കി മദീനത്തേക്ക് പോകണം, അത് നടക്കൂല. ചിലർക്ക് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പാർട്ടി താല്പര്യമാകുന്ന ചങ്ങലകളാണ്. സംഗതിയൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം, സംഗതിയൊക്കെ ഒരു ഭംഗിയുള്ള ഏർപ്പാടാണ്. ആ ടീം പറയുന്നിടത്ത് ഒരു കുഴപ്പമില്ല, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം അതിന് സമ്മതിക്കും.